അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിൻ്റെ വാർത്തയുമായായിരുന്നു 2021 ഡിസംബർ 19 പുലർന്നത്. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 12ഓളം വരുന്ന അക്രമികൾ വീട്ടിൽ കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ലാത്ത തികഞ്ഞ മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തനവുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ പ്രായമായ അമ്മയുടെയും അഭിഭാഷക കൂടിയായ ഭാര്യയുടെയും കേവലം 9 വയസ്സുള്ള മകളുടെയും മുന്നിലിട്ടായിരുന്നു ഈ അറുംകൊല ചെയ്തത്. രാജ്യത്തിന് തന്നെ ഭീഷണിയായ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ SDPIയുടെയും പ്രവർത്തകരായിരുന്നു മഴു, കൊടുവാൾ, ചുറ്റിക എന്നീ മാരകായുധങ്ങൾ കൊണ്ട് വീടിൻ്റെ വാതിൽ അടിച്ചു തകർത്ത ശേഷം അകത്ത് കയറി തല അടിച്ചു പിളർത്തിയ ശേഷം 55ഓളം മാരകമായ വെട്ടുവെട്ടി മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണവും ഭീകരതയും കൂടി കണക്കിലെടുത്താണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിനെ അടിയന്തരമായി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. ദാരുണമായ ഈ കേസിൻ്റെ നാൾവഴികളിലൂടെ ഒന്ന് കടന്നുപോയാൽ 2021 നവംബർ മാസത്തിൽ വയലാറിൽ RSS പ്രവർത്തകനായ നന്ദു കൃഷ്ണയെ പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ കൊലപ്പെടുത്തുന്നു. ഈ സംഭവത്തിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ തിരികെ ആക്രമിച്ച് കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ തയ്യാറാക്കുന്നു. അതിൽ SDPI നേതാവ് ഷാനെ ആക്രമിച്ചാൽ പകരം അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്നവർ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നു. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്രകാരം തയ്യാറാക്കിയ ലിസ്റ്റിൽ CPMൻ്റെ യുവജന സംഘടനകളിലെ ഹിന്ദുമതക്കാരായ നേതാക്കളും ഉണ്ടെന്നാണ്. ഈ ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് SDPI നേതാക്കളുടെ ഭാര്യമാരുടെ മൊബൈൽ ഫോണിലാണ് സൂക്ഷിച്ചത്. പോപ്പുലർ ഫ്രണ്ട് SDPI തീവ്രവാദികളുടെ ലക്ഷ്യം സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. 2021 ഡിസംബർ 18 രാത്രി SDPI നേതാവ് ഷാനെ മുൻവൈരാഗ്യത്തെ തുടർന്ന് ആരൊക്കെയോ ആക്രമിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഷാനെ ആക്രമിച്ചത് സംഘപരിവാർ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃപദവിയിലേക്ക് ഉയർന്നു വന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ അവർ പദ്ധതി തയ്യാറാക്കും. ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും മണ്ണഞ്ചേരിയിലെ SDPI കൗൺസിലറുടെ വീട്ടിലുമായി ഗൂഢാലോചന നടത്തും. അതിനുശേഷം ഈ രണ്ടിടങ്ങളിൽ നിന്ന് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ മണ്ണഞ്ചേരിയിലെ SDPI കൗൺസിലറുടെ വീട്ടിലും ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും അവർ ഗൂഢാലോചന നടത്തും. അതിനുശേഷം ഈ രണ്ടിടങ്ങളിൽ നിന്നും വന്ന 12ഓളം പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ ആലപ്പുഴ നഗരത്തിൽ ഒത്തുചേർന്ന് രാവിലെ 6:30 രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയും സംഘപരിവാർ സംഘടനകളും നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി അന്വേഷണം ആലപ്പുഴ DYSP NR ജയരാജ് ഏറ്റെടുക്കുകയും കൃത്യം നടത്തിയ 12 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും അവർ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ആയുധങ്ങളും അവർ വന്ന 6 ബൈക്കുകളും കണ്ടെടുക്കുകയും ചെയ്തു. ഗൂഢാലോചന നടത്തിയ 25ലധികം ആൾക്കാരെയും അറസ്റ്റ് ചെയ്തു. പ്രാഥമിക കുറ്റപത്രത്തിൽ പ്രതി ചേർത്ത 12 പ്രതികൾക്കും ഗൂഢാലോചന നടത്തിയ 3 പ്രതികൾക്കും ജാമ്യം കൊടുക്കാതെ കോടതി വിചാരണ നടപടികൾ ആരംഭിച്ചു. ജില്ലാ കോടതികളിൽ സ്ഥിരമായുള്ള പ്രോസിക്യൂട്ടർമാർ കേസ് നടത്തിയാൽ പ്രതികൾ അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബവും സംഘപരിവാർ സംഘടനകളും കേസ് നടത്തിപ്പിനായി പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കലിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും സംസ്ഥാന സർക്കാരിലും ഹർജി നൽകി. RSS പ്രവർത്തകനായിരുന്ന വള്ളികുന്നം വിനോദ് വധക്കേസിലും RSS ചാരുമൂട് താലൂക്ക് കാര്യവാഹക് G ചന്ദ്രൻ വധക്കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കൽ. നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി
ഈ കേസിൽ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉത്തരവായി. അദ്ദേഹത്തോടൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികളെ ഏകോപിപ്പിച്ചു. കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴ ബാറിലെ അഭിഭാഷകനായതുകൊണ്ട് ഈ കേസിൻ്റെ വിചാരണ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 മാറ്റുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി വി ശ്രീദേവി മുമ്പാകെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ഇതിനിടയിൽ പ്രതികൾ ജാമ്യത്തിനായും വിചാരണ മാവേലിക്കരയിൽ നിന്നും എറണാകുളം ജില്ലാ കോടതിയിലേക്ക് മാറ്റുന്നതിനായും പലതവണ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഹർജികൾ ഫയൽ ചെയ്തു. ആ ഹർജികൾ എല്ലാം ഉജ്ജ്വലമായ നിയമ പോരാട്ടത്തിലൂടെ തള്ളിക്കളയിക്കുവാൻ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ നേതൃത്വം നൽകുന്ന പ്രോസിക്യൂഷൻ ടീമിന് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ CPMൻ്റെ അടക്കം കേരളത്തിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ പ്രതികൾക്കായി കളത്തിലിറങ്ങി. 25ഓളം സാക്ഷികളെ മണി പവറിൻ്റെയും മസിൽ പവറിൻ്റെയും ബലത്തിൽ കൂറുമാറ്റാൻ അവർക്കായി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും പ്രോസിക്യൂഷൻ ടീമിലെ അഭിഭാഷകർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും നേരെ വധഭീഷണികൾ ഉയർന്നു. ഈ ഭീഷണികളിലും പ്രലോഭനങ്ങളിലും ഒന്നും പതറാതെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ അമ്മയും ഭാര്യയും മകളും ഉൾപ്പെടെ 156ഓളം സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കൂടാതെ 697 രേഖകളും 112 തൊണ്ടി സാധനങ്ങളും കോടതി മുമ്പാകെ ഹാജരാക്കി. ഫിംഗർ പ്രിൻ്റുകൾ, സയൻറ്റിഫിക് തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ മാപ്പ് സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചിരുന്നു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ, ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാധാരണക്കാർ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ളവരായ സാക്ഷികളെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. കേസിലെ 15 പ്രതികളെ ഏകദേശം 6000ഓളം പേജുകളിലായാണ് വിചാരണ കോടതി ജഡ്ജി ക്രിമിനൽ നടപടി നിയമം 313 വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമാനതകളില്ലാത്തതും വലിയ വെല്ലുവിളികൾ നേരിട്ടതുമായ ഒരു കേസായിരുന്നിട്ടുകൂടി 2 വർഷം ആയപ്പോഴേക്കും പൊതുസമൂഹത്തിന് ഭീഷണിയായ ഈ കേസിലെ രാജ്യദ്രോഹികളായ കാബാലികർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനും അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ NR ജയരാജനും സംഘത്തിനും സാധിച്ചു. സുദീർഘമായ വിചാരണ നടപടികൾക്കൊടുവിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 കേസിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരെയും അവർക്ക് സഹായത്തിന് പുറത്ത് ആയുധവുമായി നിന്ന 4 പേരെയും ഗൂഢാലോചന നടത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPIക്കാരായ 3 പേരെയും ഉൾപ്പെടെ മുഴുവൻ പേരെയും വിചാരണ നേരിട്ട മുഴുവൻ പേരെയും ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരം കുറ്റവാളികളായി കണ്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ വിഘടനവാദ ശക്തികൾക്ക് ഒരു താക്കീതായ വിധിയായി മാറിയിരിക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള സംശയവുമില്ല.